നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹാനായ ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു ശബ്ദത്തിന്റെ അനുഭവത്തിന് ശേഷം പലയിടങ്ങളിൽ ഇരിക്കുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും അങ്ങയുടെ വചനത്തിൽ നിന്ന് ഒരുമിച്ച് സംസാരിക്കുവാനും കേൾക്കുവാനും പങ്കുവെക്കുവാനും തരുന്ന കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്തുകൊള്ളുന്നു. അടിയങ്ങൾക്ക് നല്ലൊരു ശബ്ദത്തിന്റെ അനുഭവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊള്ളുന്നു. അടിയങ്ങൾ വീണ്ടും അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവിനെ അടിയങ്ങളുടെ മേൽ ഇരിക്കുമാറാണമേ. ഞങ്ങളെ കേൾക്കുന്ന വചനം അനേകങ്ങളിലേക്ക് എത്തിക്കുവാനും അതിന് മുഖാന്തരം അവരും അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും സഹായിക്കുമാറാണമേ. ഈ പ്രോഗ്രാം ഇനിയും ആഗ്രഹിക്കുന്ന ഇത്രയും പെട്ടെന്ന് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുവാനും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണമേ. ചുരുക്കുമെങ്കിലും അധികം നന്മ നൽകണമേ. യേശു നാമത്തിൽ തന്നെ ആമേൻ. വളരെ സന്തോഷം, വളരെ നന്ദി. കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കോറസ് ആയിട്ട് നമുക്ക് ദിസ് സോ സ്വീറ്റ് ടു ട്രസ്റ്റ് ഇൻ ജീസസ് എന്ന പാട്ട് വരാം. ക്ലിയർ ആയിട്ട് കേൾക്കാമല്ലോ അല്ലേ? വളരെ കൃത്യമായി കേൾക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. These so sweet to trust in Jesus, just to take His name as well, just to rest upon His promise, just to know the saith the Lord. Jesus, Jesus, how I trust Him, how I prove Him more and more. Jesus, Jesus, precious Jesus, oh to glory, trust Him. Wake the song of joy and gladness, with the wings in your blessed lane. Banish every thought of sadness, pouring forth a joyous praise. Sing to Him a hymn of ഞാൻ ഈ സമയത്ത് എല്ലാരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് ബിനോയ് ജേക്കബാണ്. നമ്മുടെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ ഡയറക്ടർ ആയിരിക്കുന്ന പാസ്റ്ററാണ്. പ്രത്യേകിച്ച് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുറന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക്, അതായത് അഡ്വന്റിസ്റ്റ് യൂത്ത് മിനിസ്ട്രീസിന്റെ ഈ മീറ്റിംഗിലേക്ക് യൂത്ത് വീക്ക് ഓഫ് പ്രയർ. നമുക്ക് വേണ്ടുന്നത് പുതിയ ഹൃദയങ്ങളാണ്. ശിക്ഷകൾ കൊണ്ട് ഒരു സമൂഹം രക്ഷപ്പെടില്ല. എങ്കിൽ ഇത്രയധികം ശിക്ഷകളുള്ള ലോകത്തിൽ തിന്മയുടെ പൊടി പോലും കാണാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് വേണ്ടുന്നത് ചട്ടങ്ങളുടെ കുറവല്ല, നിയമങ്ങളുടെ കുറവല്ല, നമുക്ക് വേണ്ടുന്നത് പുതിയ ഹൃദയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകത്തിൽ പാപം നിറയുന്നത്? മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 7-9 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കൊന്ന് വായിക്കാം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? അധരം കൊണ്ട്. അധരം എന്ന് വെച്ച വാക്ക്, വായ. അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. വാക്കുകൊണ്ട് ദൈവമേ ദൈവമേ എന്ന് വിളിക്കും, പ്രാർത്ഥിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ
ഹൃദയം കൊണ്ട് എന്നെ വിട്ട് അകന്നിരിക്കുന്നു. വാക്കുകൊണ്ട് എന്നെ അനുസരിക്കുകയും ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? അടുത്ത വരി അത് പറയുന്നുണ്ട്. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട്. എന്താണ്? മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യാജമായി ഭജിക്കുന്നു. മനുഷ്യൻ വാഗൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുകയും ഹൃദയത്തിൽ ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അവർ മനുഷ്യൻ ഉണ്ടാക്കിയ കൽപ്പനകളെ ഭജിക്കുന്നു, മാനുഷിക നിയമങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾ എനിക്കൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കട്ടെ. കഴിയുന്നത്ര പേർക്ക് വീഡിയോ ഓൺ ചെയ്ത് വെക്കാം. നമ്മൾ മാളികമുകൾ അനുഭവത്തിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ. ഒരു പക്ഷേ ഇന്ന് ദൈവാത്മാവ് നമ്മളുടെ ഇടയിൽ വന്നാൽ ഈ സൂമിലുള്ള അംഗങ്ങളാണ് നാളെ ദൈവത്തിന്റെ സന്ദേശവാഹകരായി മാറുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യാജമായി ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയമില്ല. അവർ മനുഷ്യ കൽപ്പനകളെ ഉപദേശിക്കുന്നത് കൊണ്ട് അവർ വ്യാജമായി എന്നെ ആരാധിക്കുന്നു. എന്താണ് ഈ മനുഷ്യകൽപ്പനകളുടെ പ്രശ്നം എന്നറിയാമോ? മനുഷ്യകൽപ്പനകളുടെ കുഴപ്പം എന്താണെന്നറിയാം? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. കൊലോസ്യർക്കെഴുതിയ ലേഖനം. ഡാഡിൽ ജോഷുവ, താങ്ക് യു സോ മച്ച്. വേദപുസ്തകം ടേൺ ചെയ്യുന്നത് എനിക്ക് കാണാം. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്ന ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത്? നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ പോലെ തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്ന് പറയുന്ന ഹ്യൂമൻ ലോസ്, മനുഷ്യകൽപ്പനകൾ നിങ്ങൾ കീഴ്പ്പെടുന്നത് എന്താണ്? അടുത്ത സെന്റൻസ് രസകരമാണ്, കേട്ടുകൊള്ളൂ. ഇതെല്ലാം ഉപയോഗത്തിൽ നശിച്ചു പോകുന്നതത്രേ. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ടു പ്രാക്ടീസ്. മനുഷ്യൻ ഉണ്ടാക്കുന്ന കൽപ്പനകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതല്ല. പരിശീലിക്കാൻ ശ്രമിച്ചാൽ തോറ്റുപോകുന്നതാണ്. നമുക്കത് പരിശീലിക്കാൻ പറ്റില്ല. അത് ഉപയോഗത്തിൽ നശിച്ചു പോകുന്നതാണ്. അടുത്തതായി അടുത്ത സെന്റൻസ്. അതൊക്കെ സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്. അതായത് ഇതൊക്കെ സ്വയമായി ആരാധിക്കുന്നവർക്ക്, സ്വന്തം ഇഷ്ടത്തിൽ ആരാധിക്കുന്നവർക്ക്, സെൽഫിനെ ആരാധിക്കുന്നവർക്ക്, അവർക്കിത് ഉപയോഗമുണ്ട്. ഞങ്ങൾ താഴ്മയുള്ളവരാണ്, ഞങ്ങൾ വിനയമുള്ളവരാണ്, ഞങ്ങളുടെ ജീവിതത്തെ ത്യജിക്കുന്നു എന്ന് പറയുന്നവരാണ്. അവർക്കിത് പറയാൻ കൊള്ളാം. അതാണ് ജഡാഭിലാഷം അടക്കുവാൻ പ്രയോജനമുള്ളതല്ല. മനസ്സിലായല്ലേ? അടുത്ത സെന്റൻസ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. ജഡാഭിലാഷം അടക്കുവാൻ പ്രയോജനമുള്ളതല്ല. ഇതാണ് ജഡത്തിന്റെ ഇഷ്ടങ്ങൾ അടക്കാൻ പറ്റുന്നതല്ല. ജഡത്തിന്റെ അഭിലാഷങ്ങൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു. കുറേ വർഷങ്ങൾക്ക് മുമ്പ്
ഡൽഹിയിൽ ഒരു ഓടുന്ന ബസ്സിൽ ഒരു പെൺകുട്ടിയെ 2-3 പേര് വെച്ച് പീഡിപ്പിച്ചു, കൊന്നു, വളരെ ക്രൂരമായി. ബസ്സിനകത്ത് ഉപയോഗിക്കുന്ന കമ്പി അവരുടെ സ്വകാര്യ അവയവങ്ങൾ കുത്തി ഇറക്കി അവയവങ്ങളൊക്കെ വലിച്ചു പുറത്തിട്ടെന്നൊക്കെയാണ് അന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടതാണ് നമ്മളെല്ലാം. അവർക്കറിയാം കോടതിയിൽ പോയ കേസാകും, പോലീസ് കൊണ്ടുപോയാൽ പിടിക്കും, നാട്ടുകാർ കണ്ട് ഇടിച്ചു ഉപദ്രവിക്കും, ഇതൊക്കെ അവർക്കറിയാം. പക്ഷെ ഈ നിയമങ്ങളൊന്നും ആ നിമിഷത്തെ അവരുടെ മോഹത്തെ അടക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് ആ തെറ്റവർ ചെയ്തു. ആ മൊമെന്റിൽ അവർക്കത് ആസ്വദിക്കേണ്ടിയിരുന്നു. അതാണ് ബൈബിൾ എത്രയോ കാലം മുമ്പ് എഴുതി വെച്ചിരിക്കുന്നു, മനുഷ്യന്റെ നിയമങ്ങൾ, മനുഷ്യൻ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ജഡാഭിലാഷത്തെ അടക്കാൻ പ്രയോജനമുള്ളതല്ല. അങ്ങനെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എത്ര കൃത്യമാണ്. അപ്പോൾ തുടരുത്, പിടിക്കരുത് എന്നൊക്കെ പറയുന്ന നിയമങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടാൽ അത് ജഡാഭിലാഷം അടക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് തെറ്റുകൾ പെരുകുന്നത്, ക്രൂരതകൾ ലോകത്തുണ്ടാകുന്നതിന്റെ കാരണം അതാണ്. ശരിക്കും അങ്ങനെയാണ്. അപ്പോൾ ജഡാഭിലാഷം, മനുഷ്യൻ ഉണ്ടാക്കിയതൊന്നും ജഡാഭിലാഷം അടക്കാൻ പ്രയോജനമുള്ളതല്ല. എന്ന് വെച്ചാൽ മനുഷ്യൻ ഉണ്ടാക്കിയതൊന്നും ശാശ്വതമല്ല. മനുഷ്യൻ ഉണ്ടാക്കിയതൊന്നും ശാശ്വതമല്ലെന്നാണ് അർത്ഥം. എന്നും നിലനിൽക്കുന്നതല്ല. നിങ്ങൾ നോക്കൂ, മുല്ലപ്പെരിയാർ ഡാം എത്ര വർഷം കഴിഞ്ഞു? നമ്മൾ ഭീഷണിയാണ്. മനുഷ്യൻ ഉണ്ടാക്കുന്നത് ശാശ്വതമല്ല, ഏത് നിമിഷം പൊട്ടിത്തെറിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനി നോക്കൂ, ഫുക്കോഷിമ അണു റിയാക്ടർ ജപ്പാനിൽ സുനാമി വന്നപ്പോൾ അതിൽ നിന്ന് അണുവികരണം ഉണ്ടാക്കി. മനുഷ്യൻ എനർജിക്ക് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കിയ ഒന്നാണ് അത്. അത് മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് അപകടമായി. ആണവ ദുരന്തം, ചെർണോബിൽ ദുരന്തം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെർണോബിൽ ദുരന്തം, ഭോപ്പാൽ ദുരന്തം, ഹിരോഷിമ നാഗസാക്കി. നല്ലൊരു പേരായിരുന്നു ആ ബോംബിന്, ലിറ്റിൽ ബോയ്. അവർ കൊണ്ടിട്ട ബോംബിന് ഹിരോഷിമയും നാഗസാക്കി, ആദ്യത്തെ ആറ്റം ബോംബ്. മനുഷ്യനുണ്ടാക്കിയതാണ് അത്. ഇനി എൻഡോസൾഫാൻ, കൃഷി കൂട്ടണം, പട്ടിണി മാറ്റണം, അതിനു വേണ്ടി കീടങ്ങളെ നശിപ്പിക്കാൻ എൻഡോസൾഫാൻ, അതിന്റെ ദോഷങ്ങൾ നമുക്കറിയാം. മനുഷ്യന്റെ സൗകര്യാർത്ഥം മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കിയോ അതെല്ലാം നശിച്ചു പോകുന്നതാണ്. നോക്കൂ, മാലിന്യ പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ, നിപ്പയും കൊറോണയും ഒക്കെ മനുഷ്യനിർമ്മിതങ്ങളായ. ഗ്ലോബൽ വാർമിംഗ്, അതിന്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലേ? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വാർത്ത കേട്ടുണർന്നത് എന്താണ്? വയനാട്ടിലെ 2-3 ഇടങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. നമ്മൾ കരഞ്ഞു, നാട് കരഞ്ഞു. മനുഷ്യനുണ്ടാക്കിയ, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയതെല്ലാം കൺമുന്നിൽ തകരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പേടിയ ഒരു അമ്മയും കുഞ്ഞുങ്ങളും, 2 കുഞ്ഞുങ്ങളും ചെന്ന് പെട്ടത് ഒരു കാട്ടാനയുടെ മുമ്പിലാണത്രേ. കാട്ടാനക്കൂട്ടത്തിന്റെ മുമ്പിൽ കൈ തൊഴുതുകൊണ്ട് അവര് പറഞ്ഞു, ഞങ്ങൾ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് വരുന്നവരാ, തുടരുതേ എന്ന് പറഞ്ഞു. ആ രാത്രിയിൽ കാട്ടാന കൊമ്പൻ അവർക്ക് കാവലിരുന്നത്രേ. ആനയുടെ കണ്ണീരൊഴുകി. സ്നേഹം കാട്ടാനയ്ക്ക് പോലും സ്നേഹിക്കാൻ കഴിയില്ല. രക്ഷാപ്രവർത്തകർ, എത്ര സ്നേഹത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ മനുഷ്യൻ ഉണ്ടാക്കിയതൊന്നും എന്ന് നിലനിൽക്കുന്നതല്ല. മനുഷ്യൻ ഉണ്ടാക്കിയതൊന്നും അതൊക്കെ താൽക്കാലികമാണ്, തകർന്നു പോകാവുന്നതാണ്. ഒരു വലിയ ദുരന്തമുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ മരിക്കുമ്പോൾ നമ്മൾ പറയും, മനുഷ്യനെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു, നമ്മൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു പോകാം. അത്രേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഈ ലോകത്ത് മനുഷ്യൻ ഉണ്ടാക്കിയ നിയമങ്ങളും
അവന്റെ എല്ലാ കാര്യങ്ങളും എന്നും നിലനിൽക്കുന്നതല്ല. പക്ഷെ എന്ന് നിലനിൽക്കുന്നത് എന്താ ഉള്ളേ? എന്ന് നിലനിൽക്കുന്നത് എന്താ ഉള്ളേ? നശിച്ചു പോകാത്തത് എന്താ ഉള്ളത്? ദൈവം നിർമ്മിച്ചത്, ഹ്യൂമൻ കൺസ്ട്രക്ഷൻസ്, അതെല്ലാം നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവം ഉണ്ടാക്കിയതൊന്നും നശിച്ചു പോകുന്നതല്ല, ദൈവം വരുന്നത് വരെ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് 4 ദൂതന്മാരെ 4 ദിക്കിലും വെച്ച് നിർത്തിയിരിക്കുകയാണ് നശിച്ചു പോകാതിരിക്കാൻ. കർത്താവ് വരുന്നത് വരെ ഒന്നും സംഭവിക്കില്ല. ദൈവം ഭൂമിയും ഗ്രഹങ്ങളും പ്രപഞ്ചത്തിലെ സൗരയൂഥങ്ങളും ദൈവമുണ്ടാക്കിയതുപോലെ ഇന്നും ചരിച്ചുകൊണ്ടേയിരിക്കും. ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവം ഉണ്ടാക്കിയതൊന്നും നശിച്ചു പോകില്ല. എന്താണ് ദൈവം പറയുന്നത്? ഞാൻ ആദ്യവും അന്ത്യനുമാണ്. ഐ എം അൽഫയും ഒമേഗയുമാണ്. ഞാൻ തുടക്കവും ഒടുക്കവുമാണ്. ഞാൻ മരണമില്ലാത്തവനാണ്. ഞാൻ നശിച്ചു പോകാത്തവനാണ്. ഞാൻ അനന്യനാണ്. അതാണ് ദൈവം പറയുന്നത്. അങ്ങനെയുള്ള ദൈവം നമ്മളോട് പറയുന്നു. എന്താണ് നമ്മളോട് പറയുന്നത്? അങ്ങനെയുള്ള ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ സ്നേഹമാണ്. ഞാൻ ആരാണ്? സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. നശിച്ചു പോകുന്നതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ, അന്ത്യകാലത്തിന്റെ അടയാളങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, ലഹളകൾ, ഇതൊക്കെ നടക്കുമ്പോഴും ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവസ്നേഹം ഒരിക്കലും നശിക്കുന്നതല്ല. അത് എന്നും നിലനിൽക്കുന്നതാണ്. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്റെ ഭാവം നിങ്ങളിലും ഇരിക്കട്ടെ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ലോകത്തിൽ നന്മയുണ്ടാകാൻ, രക്ഷയുണ്ടാകാൻ, തിന്മയില്ലാതാകാൻ നിയമങ്ങളെക്കാൾ നമുക്ക് വേണ്ടുന്നത് മാനസാന്തരപ്പെട്ട ഹൃദയങ്ങളാണ്. തെറ്റു ചെയ്യരുതെന്ന് ബോധ്യപ്പെട്ട ഹൃദയങ്ങളാണ്. പുതുക്കം പ്രാപിച്ച ഹൃദയങ്ങളാണ്. പുതിയ സൃഷ്ടികളായ മനുഷ്യരാണ്. ദൈവത്തിന്റെ സ്നേഹമുള്ള മനുഷ്യരാണ്. ദൈവത്തിന്റെ സ്വഭാവമുള്ള മനുഷ്യരാണ് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ ഭാവം നിങ്ങളിലും ഇരിക്കട്ടെ, എന്റെ സ്നേഹം നിങ്ങളിലും ഇരിക്കട്ടെ. നമ്മൾ ദൈവ സ്നേഹത്തിൽ ദൃഢമായി ബന്ധിക്കപ്പെടണം. അതാണ് പറയുന്നത്. സ്നേഹം ഒരു നാളും മുതിർന്നു പോകയില്ല. സ്നേഹം ഒരു നാളും നശിച്ചു പോകയില്ല. സ്നേഹം എന്നും നിലനിൽക്കും. കാരണം അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അത് മാനുഷികമായ സ്നേഹമല്ല, അത് ദൈവത്തിന്റെ സ്നേഹമാണ്. സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹമാണ്. അഡ്വന്റിസ്റ്റ് യൂത്ത് എന്ന നിലയിൽ നശിച്ചു പോകുന്ന ലോകത്തിനോട് നമുക്ക് പറയാനുള്ളത്, ഈ സ്നേഹം മാത്രമേ നിലനിൽക്കൂ എന്നാണ്. അത് പറയാനാണ് ആഗസ്റ്റ് 15 നമ്മൾ സ്നേഹദിനമായി ആചരിക്കുന്നത്. ഞാൻ പാസ്റ്റർമാരോടൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, പാസ്റ്ററെ, എങ്ങനെയാണ് ഒരു പ്രോഗ്രാം നടത്തുക? എങ്ങനെയാണ്? അതിന് പണച്ചെലവുണ്ട്, പ്ലാൻ വേണം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ? ഓരോ വ്യക്തിയും ഒരു സഭയായി മാറണം.
ദൈവസ്നേഹം അനുഭവിച്ചിട്ടുള്ള, ദൈവസ്നേഹം തിരിച്ചറിഞ്ഞിട്ടുള്ള ഓരോ മനുഷ്യനും ആഗസ്റ്റ് 15 സ്നേഹദിനമായതുകൊണ്ട് അടുത്ത് കാണുന്ന ഒരു മനുഷ്യനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുമെങ്കിൽ അതാണ് സ്നേഹദിനം. സഭയായിട്ട് നമ്മുടെ കൂട്ടുകാർ ചേർന്ന് തൃശ്ശൂരുള്ള യുവജനങ്ങൾ അന്ന് വൈകുന്നേരം തൃശ്ശൂർ നഗരത്തിലൂടെ നടക്കാൻ തീരുമാനിച്ചു. കണ്ടുമുട്ടുന്ന മനുഷ്യരോട് ഈ സ്നേഹത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാദേശിക സഭയിൽ? വേറൊരു സഭയിലെ ചെറുപ്പക്കാർ ചെയ്യാൻ പോകുന്നത്, അവരുടെ നഗരത്തിന്റെ 1-2 സ്ഥലങ്ങളിൽ 2 കസേരയുമായിട്ട് പോകും. അവരവിടെ ഇരിക്കും, ഒരു ബോർഡ് എഴുതി വെക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ പറയാം, നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അവരതാ ചെയ്യാൻ പോകുന്നത്. ഇന്ന് മനുഷ്യനെ കേൾക്കാൻ ആരുമില്ല. എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുക, എല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുക, എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുക. പൊട്ടിത്തെറിക്കുന്ന ഹൃദയം വിങ്ങിയ മനസ്സുമായിട്ടാണ് പോകുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലുള്ള ആളുകൾ. ആരോടെങ്കിലും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അത് സ്നേഹിക്കുന്നതിന്റെ ലക്ഷണമാണ്. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും? ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ചെയ്യാൻ പോകുന്നത്, അവിടെയുള്ള ആളുകൾക്ക് ഒരു വൈദ്യപരിശോധന നൽകുകയാണ്. അവർ നമ്മളെ സൗജന്യമായി സ്നേഹം കൊടുക്കും. അങ്ങനെ ഓരോ പ്രദേശത്തും ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യണം ഇനിയുള്ള ദിവസങ്ങളിൽ. അതിന് നക്ഷത്രങ്ങൾ ആവശ്യമില്ല, അതിന് ഒരുപാട് മനസ്സ് മാത്രം മതി. മനസ്സുണ്ടെങ്കിൽ നമ്മൾ അറിയാത്ത ഏതെങ്കിലും മനുഷ്യരോട്, നമ്മളുടെ വിശ്വാസത്തിൽ ഉള്ളതോ അല്ലാത്തതായ മനുഷ്യരോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ ഒരു കാര്യപരിപാടി നിങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് 1 യോഹന്നാൻ 4-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. എന്താണ് പറയുന്നത്? സ്നേഹത്തിൽ ഭയമില്ല. ഇന്ന് ലോകത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഭയം. ഇതിന് പറയുന്ന പേര് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. ലോകത്തെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഇൻസെക്യൂർ ആണ്, ഞാൻ സുരക്ഷിതനല്ല, ഏത് നിമിഷവും ഒരു കള്ളൻ വരാം, ഏത് നിമിഷവും ഒരു ദുരന്തം വന്നേക്കാം, ഏത് നിമിഷവും ആരെങ്കിലും എന്നെ ചതിച്ചേക്കാം, ഏത് നിമിഷവും ഞാൻ ഒറ്റപ്പെട്ടു പോയേക്കാം, ഏത് നിമിഷവും മരണം വന്നേക്കാം, ഏത് നിമിഷവും ഒരു പകർച്ചവ്യാധി വന്നേക്കാം, ഏത് നിമിഷവും ഒരു അറ്റാക്ക് വന്നേക്കാം. മനുഷ്യരെല്ലാരും എന്തിനെയോ ഭയപ്പെട്ടാ ജീവിക്കുന്നല്ലേ? അങ്ങനെയാണോ എൻ്റെ കൂട്ടുകാരെ, സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ? ഭയം നമ്മളെ വിഴുങ്ങുകയാണ്. അതുകൊണ്ടാണ് അന്ത്യകാലത്തിന്റെ ലക്ഷണം പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പറയുന്നത്, ഭൂലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്നോർത്ത് മനുഷ്യർ നിർജീവന്മാരാകും. ഭയമാണ് മനുഷ്യൻ, അല്ലേ? അങ്ങനെയല്ലേ സനൽ? അങ്ങനെയല്ലേ? എല്ലാവർക്കും ഏതൊക്കെയോ തരത്തിലുള്ള ഭയപ്പാടുകൾ. നമ്മുടെ വീടിനുള്ളിൽ പോലും നമ്മൾ ദേഷ്യപ്പെടുന്നവരോ ആങ്സൈറ്റിയോ ഉള്ളവരായി മാറുന്നതിന്റെ കാരണം നമ്മുടെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. നാളെ എന്താകും? എൻ്റെ മക്കളുടെ ഭാവി എന്താകും? എൻ്റെ കുടുംബത്തിന്റെ ഭാവി എന്താകും? ഉത്കണ്ഠ, ടെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ. ഭയം മനുഷ്യനെ വിഴുങ്ങുകയാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, സ്നേഹത്തിൽ ഭയമില്ല. സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഭയത്തിൽ സ്ഥാനമില്ല.
ഒന്നിനെ കുറിച്ചും ഭയപ്പെടണ്ട. കാരണം ദൈവമാണ് സ്നേഹം. ദൈവം പറയുന്നു, നിങ്ങൾ എന്ത് കുടിക്കും എന്ത് ഉടുക്കുമെന്ന് വിചാരിക്കരുത്. നാളെയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭാരങ്ങൾ എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, പോറ്റി പുലർത്തും. നിങ്ങളുടെ വശത്ത് 1000 പേരും നിങ്ങൾ വലത്തുവശത്ത് 10,000 പേരും വീഴും, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഞാൻ നിന്നെ ദൂതന്മാരോട് കൽപ്പിച്ചുകൊള്ളും, നിന്നെ പാളയമിറങ്ങി സൂക്ഷിക്കാൻ. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട. നീ നദിയിലൂടെ കടക്കുമ്പോൾ അത് നിന്നെ കവിയുകയില്ല. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ അത് നിന്നെ കവിയുകയില്ല. നീ അഗ്നിയിലൂടെ നടക്കുമ്പോൾ അത് നിന്നെ ദഹിപ്പിക്കയില്ല. ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ നിറയുമ്പോൾ നമുക്ക് ഭയത്തിന് സ്ഥാനമില്ല, ഉത്കണ്ഠയ്ക്ക് സ്ഥാനമില്ല. ഇന്ന് ലോകത്തിൽ 100 പേരെടുത്ത 20 പേരും ഡിപ്രഷനാണ്. 100 പേരും ഡിപ്രഷനുള്ളവരാണ്. അങ്ങനെ ഡിപ്രഷനുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരോട്, ലോകത്തിനോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സ്നേഹത്തിലേക്ക് വരൂ. നിങ്ങളുടെ ഉത്കണ്ഠ മാറും, നിങ്ങളുടെ ഭയം മാറും, നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾ മാറും എന്ന് നമുക്ക് പറയാനൊരു സന്ദേശമുണ്ട് ഈ സ്നേഹദിനത്തിൽ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ദ ഫിയർ. പെർഫെക്റ്റ് ലവ്. ആരാണ് പെർഫെക്റ്റ് ലവ്? ഡേവിഡ്, തികഞ്ഞ സ്നേഹം ആരാണ്? തികഞ്ഞ സ്നേഹം ആരാണ്? കർത്താവായ, പറഞ്ഞുകൊള്ളു, കർത്താവായ യേശുക്രിസ്തുവാണ് സ്നേഹം. പെർഫെക്റ്റ് ലവ്, കുറവില്ലാത്ത സ്നേഹം, പരിമിതികളില്ലാത്ത സ്നേഹം. ആ സ്നേഹം യേശുവാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ നിറയുമ്പോൾ നമുക്ക് എന്തില്ല? ഭയത്തിന് സ്ഥാനമില്ല. നമ്മൾ ഭയപ്പെടേണ്ടതില്ല. യേശുവിന്റെ സ്നേഹം നമ്മൾ നിറയുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇനി ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഉത്കണ്ഠയുള്ളവൻ, ആങ്സൈറ്റി ഉള്ളവൻ, ഡിപ്രഷൻ ഉള്ളവൻ, അവൻ സ്നേഹത്തിൽ തികഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ദൈവസ്നേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല, ദൈവസ്നേഹത്തെ അറിഞ്ഞിട്ടില്ല, ദൈവസ്നേഹത്തെ അനുഭവിച്ചിട്ടില്ല. ദൈവസ്നേഹത്തെ കുറിച്ച് വാക്കുകൊണ്ട് പറയും, പക്ഷെ ഹൃദയത്തിലില്ല. ഹൃദയത്തിലില്ല. ഇന്ന് രാത്രിയിൽ ദൈവസ്നേഹത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. സിസ്റ്റർ വൈറ്റ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചു എന്നതിനെ കുറിച്ച്, യേശുവിന്റെ ത്യാഗത്തെ കുറിച്ച് ഓർക്കാതെ അരമണിക്കൂർ പോലും ഈ ലോകത്തിൽ നമുക്ക് സമാധാനമായിട്ടോ സന്തോഷമായിട്ടോ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹത്തിന്റെ കോൺഫിഡൻസ്, ദൈവസ്നേഹത്തിന്റെ ഉറപ്പ്, ദൈവസ്നേഹത്തിന്റെ ധൈര്യം, യേശു കൂടെയുണ്ടെന്നുള്ള ധൈര്യം നമുക്കില്ലെങ്കിൽ, ആ സ്നേഹത്തെ അനുഭവിക്കാനാവുന്നില്ലെങ്കിൽ, അരമണിക്കൂർ പോലും നമുക്ക് സേഫ് ആയിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അത്ര മാത്രം പ്രശ്നങ്ങളാണ് ഈ ലോകത്തുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ചെറുപ്പക്കാരെ, നിങ്ങൾ എന്നോടൊപ്പം ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പക്ഷെ യുവജനങ്ങളോട് മാത്രമായി സംസാരിക്കുന്നത്. ഞാനല്ല പള്ളിയിലെ പ്രസംഗത്തിന്റെ ശൈലിയിലാണോ സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. യുവജനങ്ങളോട് ഇങ്ങനെയാണോ ആശയവിനിമയം നടത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ വന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് മാത്രമാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും.
ഈ കാര്യം നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയണം. അതാണ് ഗ്ലോബൽ സ്നേഹദിനം, അഡ്വെന്റിസ്റ്റ് യൂത്ത്. എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, നിങ്ങൾ കഴിവുള്ളവരാണ്, ശക്തിയുള്ളവരാണ്, എനർജി ഉള്ളവരാണ്, സമയം കണ്ടെത്താൻ കഴിയുന്നവരാണ്. ഇന്ന് ഈ ആഗസ്റ്റ് 15-ന് നിങ്ങൾക്ക് ഒരു മനുഷ്യനോടെങ്കിലും ഇക്കാര്യം പറയാൻ പറ്റുമെങ്കിൽ സ്വർഗം നിങ്ങളെ കുറിച്ച് സന്തോഷിക്കും. അതിന് ഒരുപാട് പണത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്കങ്ങനെ ഇറങ്ങല്ലേ. 10 മനുഷ്യരെ കണ്ടുകൂടെ? അവരോട് നമുക്ക് ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൂടെ? കേരളത്തിലെ മുഴുവൻ സഭകളിൽ മുഴുവൻ യുവാക്കളും ഇറങ്ങിയാൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള ആഹ്വാനമാണ് നമ്മൾ നടത്തുന്നത്. അത് മാത്രമല്ല, സ്നേഹത്തെ കാണിക്കാനായിട്ട് നമ്മൾ വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വരുക്കൂട്ടുന്ന ഓരോ രൂപയും നമ്മൾ അവിടെ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സഭയിൽ നിങ്ങളുടെ സഭയ്ക്ക് യുവജനങ്ങൾ എന്ന നിലയിൽ പഴയ ബുക്ക് പേപ്പർ വിറ്റിട്ടോ എങ്ങനെയാണെങ്കിലും കുറച്ച് പൈസയെങ്കിലും ആ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ അഡ്വന്റിസ്റ്റ് യൂത്ത് എന്ന നിലയിൽ കരുതാൻ നിങ്ങൾക്ക് കഴിയും. ഇത് നമുക്ക് ചെയ്യണം യുവജനങ്ങൾ എന്ന നിലയിൽ. ഇന്ന് നിങ്ങൾക്ക് എനർജിയുണ്ട്. അപ്പോൾ സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനില്ല. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു മോൾ അച്ഛനോട് പറയാണ്, അച്ഛാ, നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങൾ ഭാരാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വളർത്തുന്നത്? നോക്കൂ, ഒരു വീട്ടിൽ താമസിക്കുന്ന മക്കൾക്ക് സ്വന്തം അച്ഛനമ്മമാരുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ കാട്ടാനെ ഓർക്കേണ്ടുന്നത്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ വീണുപോയ മനുഷ്യരെ തേടി തേടി വേച്ചുപോയ വളർത്തു നായ്ക്കളുടെ സ്നേഹം നമ്മൾ കണ്ടു. അധർമ്മം പെരുകുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ വക്താക്കളായി മാറാൻ അഡ്വന്റിസ്റ്റ് യുവജനതയ്ക്ക് ഈ ആഗസ്റ്റ് 15-ന് കഴിയുമോ? ഞാൻ സ്നേഹിക്കുന്നു, കാരണം എന്നിൽ ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ഞാൻ ദൈവത്തിന്റെ സ്നേഹമാണ് സ്നേഹിക്കുന്നത്. യേശു സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വേറൊരാളോട് പറയാൻ കെൽപ്പുള്ളവരായി മാറണം അഡ്വന്റിസ്റ്റ് യുവജനത. അതാണ് നമ്മുടെ ആഹ്വാനം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ ഭയമില്ല. തികഞ്ഞ സ്നേഹം, യേശുക്രിസ്തുവിന്റെ സ്നേഹം, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ദ ഫിയർ. നമ്മുടെ ഉത്കണ്ഠകളെ ദൈവസ്നേഹം മാറ്റും. അതുകൊണ്ട് സങ്കീർത്തനം 56-ന്റെ 3-4 വാക്യം പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കും. ഇതാണ് സൊല്യൂഷൻ. ലോകത്തിന്, നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനുള്ള സന്ദേശം ഇതാണ്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? നിന്നിൽ ഭയം വരുമ്പോൾ ഞാൻ യഹോവയിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കും. അപ്പോൾ ഞാൻ ഭയപ്പെടത്തില്ല. മനുഷ്യർക്ക് നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ദൈവത്തിന്റെ വചനം ചോദിക്കുന്നത്. സദൃശവാക്യങ്ങൾ 3:23-26, അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും. പ്രിയ യുവജനങ്ങളെ, നിങ്ങളുടെ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ ഭയം കൂടാതെ നടക്കണമെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹത്തെ തിരിച്ചറിയണം. അങ്ങനെ നിങ്ങൾ നിർഭയമായി വഴിയിൽ നടക്കും. നിന്റെ കാലിടറിപ്പോകത്തില്ല. നിന്റെ ഫ്യൂച്ചർ തകർന്നു പോകില്ല. നിന്റെ കാലിടറുകയില്ല. എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ ഉറപ്പുള്ള കോട്ടയും ഗോപുരവുമായിരിക്കുന്നല്ലോ.
ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിന്റെ മറവിൽ ഞാൻ ശരണം പാവിക്കും. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഭയപ്പെടേണ്ട. സങ്കീർത്തനം 56:1 പറയുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യൻ എന്നെ വിഴുങ്ങാൻ പോകുന്നു, അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ലോകം ഭയപ്പാടിലാണ്, മനുഷ്യർ നിർജീവന്മാരാണ്. നോക്കൂ, നിപ്പ 10 പേർക്ക് വായിച്ചാൽ 7 പേരും മരിക്കും. ഇന്നത്തെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് നിപ്പ പോലെയുള്ള വൈറസ് പടർന്നു പിടിച്ചാൽ നമ്മുടെ അവസ്ഥ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ ഞാൻ ഭയപ്പെടുന്ന ആൾ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? സങ്കീർത്തനം 46:1-2, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും, ആ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. നോക്കൂ, വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾ മുമ്പ് ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും. സമുദ്രങ്ങൾ, കടല് മൗണ്ടൻ അടുത്തല്ല, മൗണ്ടൻ കടലിൽ നിന്ന് ദൂരെയാണ്. മൗണ്ടൻസ് എല്ലാം ഇളകി, പർവ്വതങ്ങൾ ഇളകി സമുദ്രത്തിൽ പോയി വീഴണമെന്നുണ്ടെങ്കിൽ ഉരുള് പോലെ പൊട്ടി വെള്ളം ഒലിച്ച് ഒഴുകി എവിടെ ചെല്ലണം? കടലിലെത്തണം. അതാണ് വയനാട്ടിൽ സംഭവിച്ചത്, ഉരുൾപൊട്ടൽ അല്ലേ? അതാണ്. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതം കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഞാൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സന്ദേശം. സങ്കീർത്തനം 91 പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവസ്നേഹത്തിൽ നമുക്ക് തികഞ്ഞവരാകാം. ഈ ദൈവസ്നേഹം നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ മനസ്സുണ്ടോ? കർത്താവ് നിങ്ങളെയാണ് നോക്കുന്നത്, യേശു നിങ്ങളെ കാത്തിരിക്കുന്നു. സിസ്റ്റർ വൈറ്റ് പറയുന്നു, ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റാനുള്ള ദൈവത്തിന്റെ കരങ്ങളാണ് നിങ്ങൾ. അഡ്വന്റിസ്റ്റ് യൂത്ത് ദൈവത്തിന്റെ റൈറ്റ് ഹാൻഡ് ആണ് നിങ്ങൾ. ആഗസ്റ്റ് 15 മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ആകണം. പക്ഷെ ഈ ആഗസ്റ്റ് 15 ഈ സ്നേഹത്തെ പകർന്നു കൊടുക്കാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും ഇപ്പോൾ തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂട്ടി, ഞാൻ എൻ്റെ സഭയിലുള്ള മറ്റു യുവജനങ്ങളെ കൂട്ടി ഈ സ്നേഹദിനം ആചരിക്കും. ദൈവസ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യരോട് ഈ സ്നേഹത്തെക്കുറിച്ച് പറയും. ജാതിയും മതവും ഒന്നുമില്ല, അത് സ്നേഹം മാത്രമാണ്. സ്നേഹത്തിന് വേർതിരിവുകളില്ല. ദൈവം എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചു. ദൈവത്തിന് യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും ദൈവത്തിന്റെ കൃപ ആവശ്യമുള്ള പാപികളാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും അവൻ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ തിരിച്ചറിയാനും ആ സ്നേഹത്തെ പകർന്നു കൊടുക്കാനും ഈ ആഗസ്റ്റ് 15 ഉപയോഗിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ സമയം ഈ വീക്ക് ഓഫ് പ്രയറിന് വേണ്ടി മാറ്റിവെച്ചതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കട്ടെ. വളരെ നന്ദി. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നല്ലൊരു മെസ്സേജ് കേൾക്കാൻ സാധിച്ചു. ദൈവം ദാസനെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ നന്ദി. ഈ സമയത്ത് ക്ലോസിംഗ് സോങ് ജസ്വിൻ. I am thine, O Lord, I have heard thy voice, and it told thy love to
the precious bleeding Son. Consecrate me now to thy suffering, Lord, by the power of grace divine. May my soul look up with the steadfast hope, and my will be lost in dominion. Like the pure voice of Christ die. Draw me nearer, 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 blessed Lord, to thy precious bleeding Son. Oh, the pure delight of the single crowd that before thy throne I stand, that before thy throne I call, and a communion turn with thee. Draw me nearer, nearer, blessed Lord, to the cross where thou hast died. Draw me nearer, 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 blessed Lord, to thy precious bleeding. Hallelujah, സ്വന്തം ദൈവമേ, വിശ്വസിനും ആത്മാത്മാ സുസ്ഥിരമായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ചേർന്ന് പഞ്ചം ദിവസത്തിലും ഇടയ്ക്ക് വലിയ സ്വത്തം വേണം പിതാവ് ദൈവമേ. ഇന്ന് ഞങ്ങളുടെ പറഞ്ഞ പഠിക്കുന്ന കുറച്ച് പഞ്ച ദിവസത്തിലും ഇടയ്ക്കുള്ള ദൈവം അതിന്റെ വലിയ സ്വത്തം വേണം ദൈവം. ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർപ്പാനും ഇടയാക്കുമാറാക്കണം ദൈവം. അവരുടെ നിഴലിനും കീഴിൽ ഞങ്ങൾ വളരെ ഇടയാക്കുമാറാക്കണം ദൈവം. ഞങ്ങൾ ലോകത്തിന് വെളിച്ചമായി തീരാനും ഇടയാക്കുമാറാക്കണം. ക്രിസ്തുവിന്റെ പാതങ്ങൾ പിന്തുടരാനും ഇടയാക്കുമാറാക്കണം ദൈവം. യഹോവല്ല മറ്റൊരു ആശ്രയം ഞങ്ങൾക്ക് വലിയ പിതാവ് ദൈവം. ആ ആശ്രയത്തിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാകാനും ഇടയാക്ക് മാറാക്കണം. മറ്റുള്ളവർക്ക് ഞങ്ങൾ മാതൃകത്തിനും ഇടയാക്ക് മാറാക്കണം. ഞങ്ങളുടെ ജാതികളിൽ ഒരുപാട് ഞങ്ങൾക്ക് കൂട്ടുകാർ സഹോദരന്മാരായിട്ടുള്ള ദൈവമേ, അവരിലെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളോട് പകർന്നു വരാനും ഇടയാക്ക് മാറാക്കണം ദൈവം. അവരുടെ പ്രാധാന്യം ഞങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കാനും ഇടയാക്ക് മാറാക്കണം ദൈവം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രത്യേകം തയ്യാറാക്കുമാറാക്കണം ദൈവം. യഹോവയുടെ ഞങ്ങൾ വീണ്ടും ഉയർത്തിരിപ്പാനും ഇടയാക്ക് മാറാക്കണം ദൈവം. ക്രിസ്തുവിന് ഉയർത്തിരിപ്പിച്ച ശക്തി ഞങ്ങളിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദൈവം. ആ ശക്തി ക്രിസ്തുവുള്ള വിശ്വാസത്തെ ഞങ്ങൾ പൂർത്തീകരിപ്പാനും ഇടയാക്ക് മാറാക്കണം ദൈവം. ഹോളിസ്റ്റങ്ങളെ സമർപ്പിക്കുന്ന ദൈവം. ഇന്ന് ഞങ്ങളുടെ വചനം പറഞ്ഞിരിക്കുന്ന മക്കളെല്ലാം ഹോളിസം എഴുതി മാറാക്കുന്നതിന് പറഞ്ഞിരിക്കുന്നതും കേട്ടിരിക്കുന്നവരും അനുസരിക്കുന്നവരും എല്ലാവരും പ്രത്യേക അംഗീകരിച്ച് കാത്തിരക്ഷിക്കുമാറാക്കണം. പ്രത്യേക പ്രാർത്ഥനയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലും സൗടങ്ങളും എല്ലാവരും അനുഭവിച്ച് കാര്യവിഷയകമായ ഈശ്വരന്റെ പ്രാർത്ഥന. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, കൂട്ടായ്മയും നാം കേട്ട വിഷയത്തോടും പ്രാർത്ഥിച്ച കാര്യങ്ങളോടും ഇന്നു മുതലേക്ക് കാലാന്ത്യത്തോളം ഇരിക്കുമാറാവട്ടെ. പ്രൈസ് ഗോഡ്. വളരെ സന്തോഷം. കടന്നു വന്ന എല്ലാവർക്കും വളരെ നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ, ഇത് നന്നായി ദൈവത്തിന്റെ ആത്മാവിനെ സ്പർശിച്ചു എന്ന് ആർക്കെങ്കിലും പറയാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ തുറന്ന് പറയാം. വളരെ നന്ദി. പാസ്റ്റർ ആമോസ് ഫിലിപ്പ് നമ്മളോടൊപ്പം ചേർന്നതിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും നന്ദി. ആർക്കെങ്കിലും ഈ മീറ്റിംഗ് ദൈവത്താൽ നടത്തപ്പെട്ടതാണ്, ഇത് എന്നോട് ദൈവം സംസാരിച്ചതാണ്, ഇത് ഇങ്ങനത്തെ മീറ്റിംഗ് വളരെ നല്ല വേണ്ടതായിരുന്നു എന്ന് ആത്മാവ് തോന്നിപ്പിച്ച ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവുന്നതാണ്.